ഈ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം. സ്തോത്രം അല്ലേ? ചുമ്മാ ഒന്നും വാരിക്കോരി അനുഗ്രഹം തരത്തില്ല. ഞാൻ ഈ വേദപുസ്തകം എൻ്റെ ദൈവം എനിക്ക് തന്ന ബുദ്ധിക്കനുസരിച്ച് വായിച്ചപ്പോൾ ഈ തനി കേരള ഭാഷയിൽ പറഞ്ഞ സുളുവിന് അനുഗ്രഹം പ്രാപിക്കുന്നത് നിലനിൽക്കത്തില്ല. വില കൊടുത്തു വാങ്ങണം. ഹല്ലേലൂയ. എന്താണ് അനുഗ്രഹമെന്ന് പറയുന്നത്? കാറും വീടും ലോറിയും ഇതൊന്നും അല്ല അനുഗ്രഹം. ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൽ അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആവർത്തന പുസ്തകം ഒന്നെടുത്തേ, അതല്ല നമ്മുടെ വാക്യമെങ്കിലും 33 അതാണ് അനുഗ്രഹം. എന്താണ് വേദപുസ്തകം മുന്നോട്ട് വെക്കുന്നത്? അപ്പൊ ഇത് മൂന്നും മനസ്സിലായോ? എന്താണ് അനുഗ്രഹം? ഇപ്പൊ നിങ്ങൾ കൊട്ടിക്കോ ഇപ്പൊ കിട്ടുമെന്ന് പറയുന്ന അല്ല അനുഗ്രഹം. പിന്നെ എന്താണ് അനുഗ്രഹം? എന്താ അനുഗ്രഹം? ജീവിച്ചിരിക്കണം, നന്നായിരിക്കണം, ദീർഘായുസോടിരിക്കണം. ഇതിനാ പ്രാർത്ഥിക്കണം. ഇത് കാണാൻ പഠിക്കണം. അതിന്റെയൊക്കെ അടിയിൽ ഒരു ചുവന്ന മഷി കൊണ്ടൊന്ന് വരച്ചേ. എന്തുവാ അനുഗ്രഹം? എന്റെ കർത്താവേ, ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കണം, സമാധാനത്തോടെ ജീവിച്ചിരിക്കണം. ഞാനൊരു ദൈവവൈദ്യനാണെങ്കിൽ ദൈവ മഹത്വത്തിനായി ഞാൻ ജീവിക്കണം. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ ഈ വാക്യം പറയുമ്പോൾ നമുക്കെതിരെ നിൽക്കുന്ന ജീവനെതിരെ നിൽക്കുന്ന, ഹല്ലേലൂയ, ഒന്ന് ശ്രദ്ധിച്ച് എന്റെ കൂടെ വന്നേ. ജീവനെതിരെ നിൽക്കുന്ന, ജീവിക്കുന്നതിനെതിരെ നിൽക്കുന്ന ശക്തികളെ നന്നായിരിക്കുന്ന മണ്ണം വെച്ചിരിക്കാന്നല്ല. എന്തൊരു സമാധാനക്ക് വന്നാൽ പോലും ചിരിക്കുക. ചിരിച്ചു പോയെങ്കിൽ രക്തം ജയം വേണ്ട, അതല്ലേലും ജയിച്ചു നിൽക്കുക. നമ്മൾ പറഞ്ഞ് ജയിപ്പിക്കുന്ന രക്തമല്ലിത്. ജയിച്ചത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സന്തോഷത്തോടെ, ആർപ്പോടെ, യുദ്ധത്തോടെ ദൈവത്തെ ആരാധിക്കണം. എന്റെ സൗഖ്യം ദൈവത്തിന്റെ ദാനമാണ്. ദാസൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിൽ ആരാധിക്കുകയും ദൈവവചനം ഭക്ഷിക്കുകയും ചെയ്താൽ കാശ് മുടക്കി ഫെയർ ആൻഡ് ലവ്ലി ഒന്നും വാങ്ങിക്കണം. വേണോ? ഇതൊക്കെ വലിയ ആരോഗ്യമാണെന്നേ. മുഖത്തെ മിനുക്കുവാൻ, അകത്തെ സന്തോഷമാണെന്നേ ഈ മുഖത്തോട്ട് വരുന്നത്. അകത്തെ ധൈര്യമാണ് ഈ മുഖത്തോട്ട് വരുന്നത്. അകത്തെ പ്രത്യാശയാണ് വാക്കുകളിലൂടെ പകൽ. അകത്ത് പ്രത്യാശയുള്ള ദൈവത്തിന്റെ പൈതലേ, യേശു ക്രിസ്തുവിൽ എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നീ വായടക്കി ഇരിക്കരുത്. എന്റെ ശബ്ദം കേട്ട് സഭയോ കേൾക്കുന്നില്ല. എന്നാൽ അതിലെ വ്യക്തികൾ ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടാൽ അവിടെയാണ് ബന്ധം ഉടലെടുക്കുന്നത്. ഈ പന്തലിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, മറ്റൊന്നും നമുക്ക് വിഷയമല്ല. ഹല്ലേലൂയ. ആ നിത്യദഹനങ്ങളുടെ അടുക്കൽ ചെല്ലും. നിന്റെ കൂടാരത്തിൽ, നിന്റെ വിശുദ്ധ സ്ഥലത്ത്. ഞാൻ പറയുന്നത് 23-ാം സങ്കീർത്തനം പഠിപ്പിക്കുന്നതിന് മുമ്പേ നമ്മുടെ പിള്ളേരെ എന്ത് പഠിപ്പിക്കണം? നമ്മളും എന്ത് പഠിക്കണം? 15-ാം സങ്കീർത്തനം പഠിക്കണം. നിന്റെ കൂടാരത്തിൽ ആർപ്പാർക്കും, നിന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. വെടിപ്പുള്ള കൈയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവ് കൊണ്ട് കുരുള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന്റെ അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. ഈ ബന്ധം
സൂക്ഷിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. നമ്മളെ കുലുക്കുവാനും നമ്മളെ കലക്കുവാനും ഇവിടെ പലരും ഇടറി വീഴുമ്പോഴും ഇവിടെ പലരും എഴുന്നേൽക്കുമ്പോഴും അതിന്റെ നടുവിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി സമർപ്പണത്തോടെ ഇറങ്ങിയ ദൈവത്തിന്റെ പൈതലേ, നമ്മെ കുലുക്കുവാൻ, നമ്മെ എല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുക. ഇല്ലില്ല, അവർ രണ്ടുപേരും മാത്രമല്ല, വേറെ ചില മറിയമാരും കൂടെ ചേർന്ന്, ശലോമയും ചേർന്ന്, ഹല്ലേലൂയ, ശൂശന്നയും ചേർന്ന്, ചില സഹോദരിമാർ ഒന്നിച്ച് ചില സുഗന്ധക്കൂട്ടുണ്ടാക്കിയെങ്കിൽ പന്തളം സെന്ററിൽ ഒന്നിച്ചു നിന്നാൽ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിന്റെ ശരീരത്തെ പൂശാൻ, സഭയെ പൂശാൻ. യേശുവിന്റെ ശരീരം എന്ന് പറയുന്നത് എന്തുവാ? സഭ എന്ന ശരീരം. അവിടെ സുഗന്ധം പരത്തേണ്ടതിന് ഒന്നിച്ചു നിന്നാൽ ഒരു വലിയ കൂട്ടുണ്ടാക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കൊണ്ടുവന്നതെന്നുള്ള വ്യക്തിപരമായ എടുത്തു പ്രയോഗങ്ങൾ വേണ്ട. അവർ ഒരുക്കിയ സുഗന്ധവർഗവുമായി. ആരും വലിയവരല്ല, പേരുള്ളവരും പേരില്ലാത്തവരും, സെക്രട്ടറി ആയവരും പ്രസിഡന്റ് ആയവരും ഒന്നും ഇവിടെ വിഷയമല്ല. ആണോ? ചിലര് പ്രസിഡന്റ് ആയാലേ പ്രാർത്ഥിക്കത്തുള്ളൂ. നിന്റെ പ്രാർത്ഥന ഈ പാന്തലിന്റെ മേളിലോട്ട് പോവുകയില്ല. അവള് ഈ വാണ്ടിൽ അവള് കേറിയിട്ടുണ്ട്, ഞാനൊന്ന് കാണട്ടെ. നീ ഒന്നും കാണാനില്ല. ദൈവമാണ് അവിടെ ആക്കിയത് എങ്കിൽ കൈയൊന്ന് താങ്ങിക്കൊടുത്താ മതി ദൈവത്തിന്റെ പൈതലേ. ഹല്ലേലൂയ. നല്ലൊരു ഹൃദയമുണ്ടെങ്കിൽ ആ അടുത്ത വർഷം അവരെ മാറ്റിയച്ചു നിന്നെ ഉയർത്തുന്ന ദൈവത്തിന്റെ കരമാ. എന്റെ പൊന്നു ദൈവമക്കളെ, സ്ഥാനം വേണ്ട, മാനം വേണ്ട, കസേരകളി വേണ്ട, മറ്റ് യാതൊരു കാര്യവും വേണ്ട. യേശുവിനെ ഉയർത്തുന്നത് നിന്റെ ജീവിതം കൊണ്ടാണെന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ആക്കി വെച്ചവർ അവിടെവിടങ്ങളിൽ ഇരിക്കട്ടെ. നമ്മുടെ ബന്ധം, യേശുവുമായിട്ടുള്ള ബന്ധം മറ്റൊന്നിനോടുമുള്ള പ്രതിബദ്ധതയല്ല. കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന മുഴുവൻ വീണ്ടെടുപ്പ് വിലയും കൊടുത്ത് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവിനോടാ നമ്മൾ ഉടമ്പടി ചെയ്തത്. ആണോ? ഹല്ലേലൂയ. വഷളത്വമുള്ള ഒരു തലമുറയുടെ നടുവിൽ സ്തോത്രം, വിറ്റും നട്ടും തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും കഴിക്കാതെയും നടക്കുന്ന ഒരു തലമുറ, സെറ്റിൽമെന്റിന് വേണ്ടി ഓടുന്ന ഒരു തലമുറ, സ്വാർത്ഥത വർദ്ധിക്കുന്ന ഒരു തലമുറ. ഈ തലമുറയുടെ നടുവിൽ ദൈവത്തോട് ബന്ധമുള്ള നോഹ, ആ ബന്ധത്തിൽ ജീവിച്ച നോഹയുടെ ഭാര്യ തന്റെ തലമുറയോട് പറഞ്ഞു, ഈ മണ്ണിൽ ഒന്നിനു വേണ്ടി നീ ഒരുങ്ങണ്ട. ഇത് വെള്ളത്തിന് വേണ്ടിയുള്ളതാ, ഇത് തീക്ക് വേണ്ടിയുള്ളതാ. ഇതൊന്നും ഏൽക്കാത്ത ഒരു നാട് നിങ്ങൾക്കുണ്ട്, അവിടെ പോകാൻ ഒരുങ്ങണം. ഓ ഹല്ലേലൂയ. തീക്കായി സൂക്ഷിച്ചിരിക്കുന്ന ഈ മണ്ണിൽ ആമേൻ വിട്ടും നട്ടും തിന്നും കുടിച്ചും മാത്രം ജീവിക്കുന്ന ഒരു പ്രവണതയല്ല നമുക്ക് വേണ്ടിയത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ അത് കേൾക്കാൻ കാതുള്ള, അത് കേൾക്കാൻ പരിച്ഛേദനയുള്ള, ചെവിക്കായമില്ലാത്ത, കാതു തുളയ്ക്കപ്പെട്ട ഒരു തലമുറയെ വാർത്തെടുക്കാൻ നീ സെക്രട്ടറി ആകണ്ട, പ്രസിഡന്റ് ആകണ്ട, ഹാമിദ് ഖജാൻജി ആകണ്ട, ജോയിന്റ് സെക്രട്ടറി ആകണ്ട. പിണങ്ങിയിരിക്കുന്നവരെല്ലാം ഇന്ന് ക്രമീകരണം പ്രാപിച്ചോണം. ഇവിടെ അങ്ങനെ ഇല്ലെങ്കിൽ ദൈവത്തെ കൈ ഉയർത്തി ആരാധിച്ചോണം.
സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ബന്ധം എങ്ങനെ ഇരിക്കുന്നു? തിരുവെഴുത്ത് തെളിയിച്ചപ്പോൾ ബന്ധത്തിൽ ജീവിച്ചവരുടെ ഉള്ളം എന്താ ചെയ്തെന്ന? കത്തിക്കൊണ്ടിരുന്നു. തിരുവെഴുത്ത് തെളിയിക്കുമ്പോ കത്തണം. പത്രോസ് തിരുവെഴുത്ത് തെളിയിച്ചപ്പോ കുത്തുകൊണ്ടെന്ന, യേശു തിരുവെഴുത്ത് തെളിയിച്ചപ്പോ കത്തി. അപ്പൊ കുത്തുകൊള്ളുന്നിടം ഒക്കെ എന്തോ ചെയ്തോളും, കത്തിക്കോളും. എന്നെ കുത്തി എന്ന് പറഞ്ഞ് ഇന്ന് പോവല്ലേ. കുത്തിയുടെ വെല്ലം ഇന്ന് എന്ത് ചെയ്യണം? കത്തണം. ഹല്ലേലൂയ. യേശു കൂടെ നടക്കുകയാ. ആമേൻ. തിരുവെഴുത്തവൻ തെളിയിച്ച് തരികയാ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ എല്ലാം വെടിഞ്ഞ് അല്പസമയമൊന്ന് വേറിട്ടിരിക്കാൻ കടന്നു വന്ന ദൈവത്തിൻ്റെ പൈതല്, ആ ബന്ധമൊന്ന് നോക്കിക്കേ. ചില വർഷങ്ങൾക്ക് മുൻപ് ഗലീലയുടെ കടൽപ്പുറത്ത് ആരോരുമില്ലാതെ കിടന്ന മഗ്ദലക്കാരത്തി മറിയ, യേശു അതുവഴി കടന്നു ചെന്നപ്പോൾ അവളിലുള്ള ഭൂതത്തെ പുറത്താക്കി അവളെ വിടുവിച്ച് ഒരു ബന്ധത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ ആമേൻ, കല്ലറയുടെ അരികിൽ നിന്നുകൊണ്ട് ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയോ. മറിയേ എന്ന് പേർ ചൊല്ലി വിളിച്ചപ്പോൾ റബ്ബൂനി എന്നവൾ തിരിച്ചു വിളിക്കുക. കേൾക്കാറുണ്ടോ ഈ ശബ്ദം? നാളുകളായോ കേട്ടിട്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഈ പുറപ്പാട് പുസ്തകം വായിച്ചാലുണ്ടല്ലോ, യഹോവ മോശയോട്. മോശ ദൈവത്തോട് അധികമൊന്നും എന്ത് ചെയ്തില്ല. ചില പ്രത്യേക നിമിഷങ്ങളിലൊക്കെ എന്ത് ചെയ്തുള്ളൂ. ഇതിപ്പോ ഉൾട്ടായി. നമ്മൾ പറഞ്ഞു കുഴപ്പി. അവിടുന്നൊന്നും എന്ത് ചെയ്യുന്നില്ല, പറയുന്നുണ്ട്. പക്ഷേ നമുക്കൊരു സമാധാനമില്ല അതൊന്ന് കേൾക്കാൻ. എന്തുവാ പറയുന്നതെന്ന് കേൾക്കാൻ. വായിച്ചു നോക്കിക്കോ, പുറപ്പാട് പുസ്തകം വായിച്ചു നോക്കിക്കോ. യഹോവ മോശയോടെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമുക്ക് ആ ബന്ധത്തിൽ കേൾക്കാൻ കഴിയേണ്ടത്, ഈ തലമുറയുടെ നടുവിൽ എന്നെ നിന്റെ നാവാക്കി തീർക്കണമേ കർത്താവേ. നമ്മുടെ നേരെ അനേക ചോദ്യങ്ങൾ വരുന്ന ഒരു കാലഘട്ടമായത് അല്ലേ? സുവിശേഷവുമായി ഒരിടത്ത് പോകാൻ പറ്റത്തില്ല. അനേക ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിനക്കും എനിക്കും പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ഞാനിതെല്ലാം കൂടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് വേണ്ടി എൻ്റെ കാര്യം എന്നോട് പറഞ്ഞ ഒരാളെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ കാര്യം എന്നോട് പറഞ്ഞ, പറയാമോ എനിക്ക് അവരുടെ ഇവരുടെയും കാര്യം അറിയാൻ വയ്യാന്നേ. നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരി പറഞ്ഞു, ശമര്യരെ എൻ്റെ കാര്യം എന്നോട് പറഞ്ഞ. സ്തോത്രം. യേശുവിൻ്റെ സ്വഭാവമാണ് കേട്ടോ. എൻ്റെ കാര്യം നാട്ടുകാരോട് പറയത്തില്ല. അതൊക്കെ നമ്മൾ വെച്ചിരൊക്കെ നടത്തിയെടുക്കുന്ന നല്ലതാ. എൻ്റെ കാര്യം എന്നോട് പറഞ്ഞ ഒരുവനെ ഞാൻ കാണിച്ചു തരാം. ഇന്ന് പകൽ ആ ബന്ധം ഒന്ന് മടങ്ങി വരട്ടെ. ആ ദൈവിക ബന്ധം എത്ര വർഷത്തിന് മുൻപാണ് അവൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചത്. ആ വിളിച്ച നാളിലെ, ആ വിവാഹം ചെയ്ത നാളിലെ, ആ ഉഭയസമ്മതം ചെയ്ത നാളിലെ, ഉടമ്പടി ചെയ്ത നാളിലെ ആ ബന്ധത്തിന്റെ ആഴത്തിലേക്ക് ഇന്ന് പകൽ ദൈവജനം കടന്നു വരട്ടെ. വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ ബന്ധം ഉലച്ചു കളയുമാറ് ചുറ്റുപാടിൽ നടക്കുന്നത് വിശ്വാസം ത്യജിക്കത്തക്കവണ്ണം, വിശുദ്ധി കളയത്തക്കവണ്ണം നമ്മുടെ കണ്ണും കാതും നിറയ്ക്കുന്നത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് എൻ്റെ കാര്യം എന്നോട് പറഞ്ഞ എന്നെ രക്ഷിച്ചവരേശു, എൻ്റെ കാര്യം എന്നോട് പറഞ്ഞവരേശുവിനെ. ഹല്ലേലൂയ. എന്നെ സ്നേഹിച്ചവരേശുവിനെ ഞാൻ കാണിച്ചു തരാം. ഇന്ന് പകൽ ആ തീരുമാനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ദൈവമക്കൾ ഈ കാലഘട്ടങ്ങളിൽ ഓർക്കണം, ബന്ധം ഉലഞ്ഞു പോകരുത്.
ആരുമായിട്ടുള്ള ബന്ധം? ദൈവവുമായിട്ടുള്ള ബന്ധം, പ്രാണപ്രിയനുമായിട്ടുള്ള ബന്ധം. സ്തോത്രം. രണ്ടാമതായിട്ട് ആചാരാനുഷ്ഠാനങ്ങളെ വിട്ട് രൂപാന്തരത്തിലേക്ക് ദൈവമക്കൾ വരണം. എന്തുവാ? ഉപവാസം എന്തിനാ? ദൈവത്തെ രൂപാന്തരപ്പെടുത്താൻ അല്ലയോ? കർത്താവേ, ഞാൻ 21 ഇരിക്കുക. ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. വേണേൽ 21 മുമ്പ് ഇവിടെ വരണം. ഞാൻ വരച്ച സർക്കിളിന് വരണം. മിക്കവാറും നമ്മളതേ കയറി ഇരിക്കേ ഉള്ളൂ. ദൈവത്തിനെ സർക്കിളിലാക്കാൻ ആരും നോക്കണ്ട. ഉപവാസം എന്തിനാ? നമ്മളെ രൂപാന്തരപ്പെടുത്താനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇച്ചിരി അസൂയ എനിക്കുണ്ട്, അതൊന്ന് പോകാൻ. ഈ വർഷാവസാനം ഉപവസിക്കുന്ന എത്ര പേരുണ്ട്? ആരും കൈപൊക്കി. എനിക്ക് ഇച്ചിരി ഈ സെൽഫ് കൺട്രോൾ ഇല്ല. എന്തുവാ? ആരോടും പറയല്ലെന്നും പറഞ്ഞ ഒരാൾ എന്നോടൊരു കാര്യം പറഞ്ഞേ, എനിക്ക് പറയാനങ്ങ് വരുക. ആ വരുന്നതിനെ ഒന്ന് പിടിച്ചു കെട്ടാൻ പറയാനങ്ങ് വരുക. ആ വരുന്നതിനെ ഒന്ന് പിടിച്ചു കെട്ടാൻ എനിക്ക് എന്തോ വേണം? എനിക്കൊരു കൃപ വേണം. ഞാൻ ഇന്ന് ശൗമേൽ പ്രാർത്ഥിച്ച പോലെ, ശൗമേൽ പ്രവാചകൻ ഒരു ദിവസം പ്രാർത്ഥിച്ച പോലെ ഞാൻ ഈ ഒരു ദിവസം എന്തോ ചെയ്യുക. 2026 വരവേൽക്കാൻ ഇരിക്കുക. ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞു പോയി, 25 പോയി എന്ന് പറഞ്ഞു. ഇതൊക്കെ അറിഞ്ഞോണ്ടല്ലേ എന്നെ വിളിച്ചത്? അറിയാവുന്നവർക്കറിയാം. സ്തോത്രം. ദൈവമക്കളെ, ആചാരാനുഷ്ഠാനങ്ങൾ വിട്. കഴിഞ്ഞ വർഷം കൺവെൻഷൻ നടത്തിയതുപോലെ ഈ വർഷം ഒരു കൺവെൻഷൻ നടത്തിയെന്നല്ല. എന്റെ പ്രത്യാശ വർദ്ധിക്കണം. ഹല്ലേലൂയ. എനിക്ക് ഈ വർഷം കേട്ട ദൈവവചനം എന്നെ രൂപാന്തരപ്പെടുത്തണം. അയ്യോ, ഇന്ന ഏരിയയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാനൊരു തീരുമാനമെടുക്കുക. കഴിഞ്ഞ 25-ൽ 20 രൂപ കൊടുത്തു എണ്ണിയും കുഴപ്പി. സ്വതന്ത്രം പറഞ്ഞോണം, എൻ്റെ കൂടെ നിന്നോണം കേട്ടോ. ഞാൻ ഈ ഉള്ള കാര്യം പറയുമ്പം ക്രൈസ്തലോടൊന്നും അടിച്ച് വെറുതെ കളയരുത്. 20 രൂപ കൊടുത്തും 20 രൂപ എണ്ണി കൈ കുഴഞ്ഞു. എന്നാൽ ഞാനൊരു തീരുമാനമെടുക്കുക. കർത്താവേ, ഒരു 50 രൂപ ഈ ഉണ്ടോ? ഒറ്റ ഒരെണ്ണത്തിന് അന്യഭാഷ ഉണ്ടോ? തീരുമാനം എടുക്കുമായിരിക്കും അല്ലയോ? വെരി ഗുഡ്, വെരി ഗുഡ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ്, ഈ വർഷം അതൊന്ന് മാറ്റി അല്പം കൂടെ ഒന്ന് കൂട്ടി കൊടുക്കുവാൻ, ദൈവത്തിന് കൊടുക്കുവാൻ. എൻ്റെ പൊന്നു ദൈവമക്കളെ, ഓരോരുത്തർ കൊണ്ട് മറിക്കുന്ന കണ്ട ഓരോരുത്തർ അടിച്ചു മാറ്റിക്കൊണ്ട് പോവാ. സ്തോത്രം. അവിടെ ഇങ്ങനത്തെ ദൂതും മെസ്സേജും ഒന്നുമില്ലെങ്കിലും ചിലരങ്ങ് ഊരിപ്പറിച്ചും കൊടുക്കുക. ഇവിടെ എന്തുവാ? തിരുമ്മി എന്തോ കഥ കേൾക്കുന്നത്. സ്വർഗത്തിൽ നിക്ഷേപമുണ്ട്. 20 കൊടുത്തേച്ച് അവിടെ 200 നേടാനിരിക്കുക. ഗോവിന്ദ. എൻ്റെ പാസ്റ്റർ ഇത് അറിഞ്ഞാണല്ലോ എന്നെ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നമുക്കൊരു രൂപാന്തരം വരട്ടെ. നമുക്കൊരു രൂപാന്തരം വരട്ടെ. എവിടെയൊക്കെയാണ് മാറ്റം വരേണ്ടത്? എൻ്റെ ഉപവാസത്തിനൊരു മാറ്റം വരണം. എൻ്റെ ആരാധനയ്ക്കൊരു മാറ്റം വരണം. ഞാൻ വെച്ചിരിക്കുന്ന സ്കെച്ചിലല്ല ആരാധന. ദൈവം വെച്ച പ്ലാൻ അനുസരിച്ച് ആരാധനയ്ക്ക് മാറ്റം വരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവിക സ്കെച്ച് അനുസരിച്ച് ആരാധിക്കേണ്ടതിനെ തിമിർത്താടി അതിനകത്ത് മാനുഷികമായ പലതും ചേർത്ത് കെട്ടി തുള്ളുന്നതല്ല ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് സ്വീകാര്യമാകണം ആരാധന. പ്രാർത്ഥനയില്ലാത്ത ആരാധന, പ്രാർത്ഥനയില്ലാത്ത വചന ശുശ്രൂഷ, പ്രാർത്ഥനയില്ലാത്ത ജീവിതം വെറും സീറോ.
എല്ലാവരും ആത്മാവിൽ ഇരുന്നോണം. ദേശത്തിന്റെ ശക്തികൾ സഭകളെ വിട്ടുമാറട്ടെ, കുടുംബങ്ങളെ വിട്ടുമാറട്ടെ. പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആരാധിക്കാൻ കഴിയാതെ, സ്നാനങ്ങൾ നടക്കാൻ കഴിയാതെ, അഭിഷേകത്തിലേക്കൊരു തലമുറ വരാതെ തടഞ്ഞു വെക്കുന്ന ഇരുളിന്റെ മേഖലകൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആചാരാനുഷ്ഠാനങ്ങൾ പോട്ടെ. ദൈവസഭയിലെ പ്രാർത്ഥന പോലും എങ്ങനെയാ? പരിശുദ്ധാത്മാവ് ഹേമിക്കും. ഞാൻ ഈ ദൈവദാസന്മാരോട് ഒരു കൊച്ചു സഹോദരി അല്ലെ മൂത്ത സഹോദരി എന്നുള്ള നിലയ്ക്ക് പറയുക, അങ്ങനൊരു പദം ഇനിയും പറഞ്ഞേക്കല്ല. ആത്മാവ് ഹേമിക്കുന്നവരാണോ അവിടെ പ്രാർത്ഥിക്കുന്നത്? എന്നാ തുടങ്ങിയാൽ പിന്നെ വെളിവോ തെളിവോ ഉണ്ടോ? അടിയനെ താഴ്ത്തി, സഭയെ താഴ്ത്തി, ആഫ്രിക്ക താഴ്ത്തി, നൈജീരിയ താഴ്ത്തി, അതിനെല്ലാം അധികാരം തന്ന ആരാ? നമുക്ക് നമ്മളെ താഴ്ത്താൻ മാത്രമേ ഈ പുസ്തകം അനുശാസിക്കുന്നു. നമ്മുടെ മക്കളെ പോലും ഏൽപ്പിച്ചു കൊടുക്കാൻ ഈ പുസ്തകം അനുശാസിക്കുന്നില്ല. നിങ്ങളെ തന്നെ സമർപ്പിപ്പി, നിങ്ങളെ തന്നെ സമർപ്പിപ്പി, നിങ്ങളെ തന്നെ പരിശോധിപ്പി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ ഉപദേശമൊന്നുമല്ല, ബാംഗ്ലൂരിൽ നിന്നാണല്ലോ അതല്ലേ ഇറങ്ങുന്നത്. പുതിയ ഉപദേശമൊന്നുമല്ല, പുസ്തകത്തിലെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ വിട്, ആത്മാവിൻ്റെ ത്രില്ലോടെ പ്രൈസ് ദി ലോർഡ്. ആത്മീക മണ്ഡലം തഴക്കം പ്രാപിക്കരുത്, അതിന് പഴക്കം വരരുത്. അതെപ്പോഴും നല്ല ജീവന്റെ പുതുക്കത്തിൽ നിൽക്കണം ദൈവത്തിന്റെ പൈതലേ. ഞാൻ പറഞ്ഞല്ലോ, 49 വർഷമായി ഈ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുകയോ, എന്നെ രക്ഷിച്ച യേശുവിനെ ഉയർത്തുകയോ. പക്ഷേ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ നിയോഗമില്ല എങ്കിൽ ഒന്നും നടക്കയില്ല ദൈവത്തിന്റെ പൈതലേ. ഹല്ലേലൂയ. അറിവിൽ നിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പറയാൻ. ഇന്ന് പകൽ ഇവിടെ കേൾക്കുന്ന ഈ പന്തലിന് കീഴിലും ഈ ശബ്ദപരിധിക്കുള്ളിലും ചില ജീവിതങ്ങളോട് ദൈവാത്മാവ് ഇടപെടുകയാ. നിന്റെ പരിചയങ്ങളെ വിട്ട് രൂപാന്തരത്തിലേക്ക് വരട്ടെ. ദൈവശബ്ദം നമ്മളെ എന്ത് ചെയ്യണം? കർത്താവേ സംസാരിച്ചുകൊണ്ട് നന്ദി 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 സ്തോത്രം. ആരോട് സംസാരിച്ചെന്നാ? ഞങ്ങളോട് അല്ലേ? പക്ഷെ അങ്ങനെ സ്തോത്രം ചെയ്തേച്ച് ഓടാനുള്ളതാണോ അത്? കർത്താവേ അതുപോലൊന്നാക്കണമേ, അതുപോലൊന്ന് രൂപാന്തരപ്പെടുത്തണമേ. ക്ഷമിക്കാൻ എനിക്ക് പലപ്പോഴും കഴിയുന്നില്ല കർത്താവേ, പക്ഷെ എനിക്ക് ക്ഷമിക്കാൻ കൃപ തരണമേ. വഹിപ്പാൻ എനിക്ക് പലപ്പോഴും പറ്റുന്നില്ല കർത്താവേ. എന്നെ ഒന്ന് ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണമേ, ആഴത്തിൽ എന്നോടൊന്ന് സംസാരിക്കണമേ കർത്താവേ. ഇന്ന് പകലിൽ ഈ പ്രാർത്ഥന ആര് ചെയ്യും അവരോട് സ്വർഗത്തിലെ ദൈവം ഇടപെടുകയാ. നിന്റെ പതിവുകൾ മാറട്ടെ, പരിചയങ്ങൾ മാറട്ടെ, പ്രാർത്ഥനയുടെ പരിചയങ്ങൾ മാറട്ടെ, യോഗത്തിന് പോക്കിന്റെ പരിചയങ്ങൾ മാറട്ടെ. യേശു ആത്മാവിന്റെ ശക്തിയോടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ഓ ജീസസ്. ഈ ചില പ്രിയപ്പെട്ടവർക്ക്, ഇപ്പം ഞങ്ങളെപ്പോലുള്ള സഹോദരിമാർക്ക് ചിലയിടത്ത് ചെല്ലുമ്പം അവിടുത്തെ പ്രോഗ്രാം എല്ലാം വെട്ടിക്കുറച്ച് അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഞാൻ പറഞ്ഞാൽ വഴക്കില്ലല്ലോ, എന്നെ തിരികെ കയറ്റി ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറയും, ഒരിക്കലും പാടില്ല. അത് നിമിത്തം നമുക്കൊന്ന് യോഗത്തിന് പോകാൻ പറ്റുമോ? അവിടെ ചെല്ലുമ്പം ആശംസ വേണ്ടെന്നേ. ഇവിടെ പറഞ്ഞേന്നല്ല ഞാൻ പറഞ്ഞു, ഈ തിരികെ കയറ്റിയുള്ള ആശംസ വേണ്ട. ഒരു പ്രാർത്ഥന ഇതെന്നാ വഴിയെ കിടക്കുന്ന എല്ലാത്തിനും അതിൻ്റെ ഗൗരവമുണ്ട്. ആരാധനയ്ക്ക് അതിൻ്റെ ഗൗരവമുണ്ട്, പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ ഗൗരവമുണ്ട്. ഒന്നും ആർട്ടിഫിഷ്യൽ അല്ല.
ഇതെല്ലാം രൂപാന്തരപ്പെടുത്തണം. നമ്മളെ എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടുത്തണം. ക്ഷമയുടെ ഒരു ദൂത് കേൾക്കുമ്പോൾ, സ്തോത്രം, സഹിഷ്ണുതയുടെ ഒരു ദൂത് കേൾക്കുമ്പോൾ, കഷ്ടതയിൽ ഉറ്റസഖിയായ യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ധൈര്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോ, സ്തോത്രം, ഏത് കഷ്ടത വന്നാലും അവർ ദൈവീക ബന്ധത്തിൽ നിന്ന് മാറി നിവൃത്തിയില്ലാതെ സഹിക്കുകയല്ല. ഞാനിതൊക്കെ പറയുമ്പോൾ ഇച്ചിരി ദൈവവചനത്തിലോട്ടും വരും. ദൈവത്തിന്റെ ദാസനായ ഇയ്യോബിനെ ഒന്ന് നോക്കിക്കേ. അറിയാമല്ലോ ദൈവമക്കൾ, സകലതും നഷ്ടപ്പെട്ടു. 3-ാം അധ്യായം മുതൽ 33-ാമത്തെ അധ്യായം വരെ യഹോവ മിണ്ടുന്നില്ല. കഷ്ടതയിലോട്ട് വലിച്ചെറിഞ്ഞിട്ട് ദൈവം അവിടെ നിൽക്കുകയാണോ? എന്താ മിണ്ടാത്തത്? മിണ്ടാത്തത് എന്താണെന്നറിയാമോ? ഇയ്യോബിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ കോൺഫിഡൻസ് ആണ്. അവന്റെ ഭക്തി എന്താണ്? കൈവിട്ടിട്ടല്ല, നിന്നെ കുറിച്ചുള്ള ഉറപ്പ് കൊണ്ടാ ദൈവത്തിന്റെ പൈതല്. അത് ഗ്രഹിക്കാനെങ്കിലും നമുക്ക് കഴിയണം. ഇനി അത് കഴിഞ്ഞ് അല്പം കഴിയുമ്പോൾ ദൈവം ഇടപെടുകയാ. ഇനി ഇടപെടുന്ന എന്തുവാ? സൗഖ്യമാക്കിയച്ച് വേണ്ടായോ ഇടപെടാൻ? എന്റെ കൂടെ ഉണ്ടോ? സൗഖ്യമാക്കിയിട്ടാണോ ദൈവം ഇയ്യോബിനോട് ഇടപെട്ടത്? അല്ല. ഇനി ആ വിഷയം വല്ലതും ആണോ സംസാരിച്ചത്? അല്ല. ശരീരം മുഴുവൻ ചൊറി പിടിച്ച് ചെരങ്ങ് പിടിച്ച ആ വയോവൃദ്ധനോട് യഹോവയായ ദൈവം ചുഴലിക്കാറ്റിൽ ഇറങ്ങി നിന്ന് ചോദിക്കുക, കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? എന്തോന്ന് ചോദ്യം! ചൊറിയുക. ശരീരം വ്രണം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനോട് ചോദിക്കുക, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടായിരുന്നു? നമ്മൾ അന്നേ ശാസിച്ച് പലസിച്ച് അല്ലേ ഇങ്ങനെ ഒരു ചോദ്യം, ഇങ്ങനെ ഒരു അവസ്ഥയുടെ നടുവിൽ നമ്മളോട് ചോദിച്ചാൽ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കവിടില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സൗഖ്യമാക്കാമെന്നൊരു വാക്കവിടില്ല. സയൻസ് പറഞ്ഞു, സാമൂഹ്യ പാഠം പറഞ്ഞു, ജന്തുശാസ്ത്രം പറഞ്ഞു, പക്ഷിശാസ്ത്രം പറഞ്ഞു, അണകെട്ടുന്ന കാര്യം പറഞ്ഞു. ഇരിപ്പ് കണ്ടോ? ഇയ്യോബിന്റെ പുസ്തകത്തിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സങ്കീർത്തനത്തെ ഒന്ന് പിടിവിടാമെങ്കിൽ രക്ഷപ്പെട്ടു. സങ്കീർത്തനത്തെ ഒന്ന് പിടിവിടാമെങ്കിൽ ഞാൻ ഈ പറയുന്ന എല്ലാം മനസ്സിലാകും. പിടിവിടണം. 26-ൽ സങ്കീർത്തനത്തെ എന്ത് ചെയ്യണം? പിണങ്ങിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ പൈതലേ. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൂടല്ല ദൈവിക ഇടപെടൽ. നീ ദൈവത്തിന്റെ കൈകളിൽ ഇരിക്കുക കേട്ടോ. കഷ്ടതയുടെ നടുവിൽ അവൻ നിന്നെ മറന്നിട്ടില്ല. നിന്നെ അവൻ ശത്രുവിന്റെ മുൻപിൽ കാണിച്ചു കൊടുത്തിട്ട് പറയുകയോ, കണ്ടോ അവിടെ ഭക്തി കണ്ടോ? എന്റെ പൈതൽ ഇത്രയും വലിയ കഷ്ടങ്ങളിലൂടെ പോയിട്ടും സാത്താനെ നീ ഉദ്ദേശിച്ചതൊന്നും നടക്കയില്ല. അതുകൊണ്ടാണ് അവൾ ഇന്നും ആരാധനയ്ക്ക് വന്നത്. ദൈവത്തിനൊരു മഹത്വം കൊടുക്കുക ദൈവത്തിന്റെ പൈതല്. ഹല്ലേലൂയ. നമ്മളെ കുറിച്ച് ആത്മമണ്ഡലത്തിൽ ഉയരുന്ന ദൈവശബ്ദം കേൾക്കാൻ നമുക്കൊരു കാതുണ്ടായിരിക്കണം. സ്തോത്രം, 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 സ്തോത്രം. നമ്മളെ കുറിച്ച് ആത്മമണ്ഡലത്തിൽ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. അത് നമുക്കറിയത്തില്ല. സാത്താന്റെ ലോകവും ദൈവത്തിന്റെ ലോകവും തമ്മിൽ സംവാദിക്കുന്ന ഒരു വേദിയുണ്ട്. അതിൻ്റെ തിക്തഫലമാണ്
ഈ ശരീരത്തിൽ വെളിപ്പെട്ട ഈ ചൊറിച്ചിൽ, ഇന്ന് പകൽ അങ്ങനെയുള്ള വാദങ്ങൾക്ക് നടുവിൽ, അങ്ങനെയുള്ള സംവാദങ്ങൾക്ക് നടുവിൽ ശരീരത്തിൽ പീഡ അനുഭവിക്കുന്ന ദൈവപൈതലേ, നിന്നെ കൈവിട്ടതിന്റെ ലക്ഷണമല്ല, നിന്നെ ചേർത്തു പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ആത്മാവിൽ ബലപ്പെട്. ആത്മമണ്ഡലം തുറന്നു വരട്ടെ, ആരാധന മണ്ഡലം തുറന്നു വരട്ടെ, വെളിപ്പാടിന്റെ മണ്ഡലങ്ങൾ തുറന്നു വരട്ടെ, പ്രവചന മണ്ഡലങ്ങൾ തുറന്നു വരട്ടെ, പ്രത്യാശയുടെ മണ്ഡലങ്ങൾ തുറന്നു വരട്ടെ, ദൈവജനത്തിന്റെ ആത്മീക ആരോഗ്യ മണ്ഡലങ്ങൾ തുറന്നു വരട്ടെ, പ്രാർത്ഥനയുടെ മണ്ഡലങ്ങൾ തുറന്നു വരട്ടെ, വിശ്വാസ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്നു മുതൽ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മടുപ്പുകൾ മാറട്ടെ, മനോവേദനകൾ മാറട്ടെ, ദൈവശബ്ദം കേൾക്കാൻ കഴിയാതെ ആലച്ചിലുകൾ മാറട്ടെ, ആവലാതികൾ മാറട്ടെ, ധൈര്യം വരട്ടെ, ഭയം മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ. ഓരോ വചനവും നമ്മെ രൂപാന്തരപ്പെടുത്തണം. മൂന്നാമത്, അഭിനയം നിർത്തി അനുഭവം വരണം. എന്താ വരണം? പാടാൻ അഭിനയിക്കരുത്. പാടുവാന്നേ ചോവിന് പാടണല്ലേ, വീട്ടിൽ പോകണം. സ്തോത്രം പറഞ്ഞാൽ പറഞ്ഞതായിരിക്കണം. ഹൃദയത്തിൽ ഒന്ന് വെച്ചോണ്ട് കൈ കൊടുത്തോണ്ട് തെക്കോട്ടും വടക്കോട്ടും നോക്കി ഓടല്ലേ. പ്രൈസലോട് പുറമോട്ട് കൈ കൊടുത്ത് വെച്ച് മുന്നോട്ട് ചാടരുത്. അവിടെ നിന്ന് പ്രൈസലോട് കൊടുക്കണം. നമ്മുടെ മൂത്ത 2 സഹോദരിമാർ ഒരു ഒറ്റ പ്രൈസലോട് പറഞ്ഞപ്പോൾ പിള്ളേർ സഹിതമാണ് തുള്ളിയത്. ഒത്തിരി വയസ്സുള്ള ഒരു അമ്മാമ, ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും കൂടെ. അവര് ഓൾഡ് അമ്മാമ, ന്യൂ അമ്മാമ, ഓൾഡ് ആൻഡ് ന്യൂ. പക്ഷെ തുള്ളിയപ്പോ പിള്ളേര് സഹിതം തുള്ളി. ഓൾഡ് ന്യൂയും ഒന്നും ഇവിടെ ഇല്ലെന്നേ, അനുഭവമാണ് ഇവിടെ വലിയത്. ഒരു പുതിയ പെങ്കൊച്ച് ഓടി വന്ന് ഈ എലിസബത്തിനോട് പറഞ്ഞു, കൊച്ചമ്മേ എന്നോട് ദൂതൻ സംസാരിച്ച. സാരമില്ല മോളെ, 6 മാസം മുമ്പ് എന്നോടും എന്ത് ചെയ്ത. അത് കണ്ടോ, ആ കണക്ഷൻ കണ്ടോ? ഈ കൊച്ചിന് ഇത് ഭയങ്കര വെപ്രാള്. ഞാൻ പെരയ്ക്കകത്തിരിക്കുകയായിരുന്നു, ദൂതൻ അകത്തു വന്ന് എന്നോട് ആദ്യം എന്തോ പറഞ്ഞു, വന്ദനം പറഞ്ഞു. എൻ്റെ മക്കളെ, എൻ്റെ വീട്ടിൽ ഒരുത്തനുണ്ട്, പള്ളിയിൽ പോകുമെങ്കിലും ഗുണമൊന്നുമില്ലായിരുന്നു, ഇപ്പം മിണ്ടുന്നുമില്ല. മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഇപ്പം ഏത് വിഷയം പ്രാർത്ഥിച്ചാ ഈ ബന്ധനം വീണേന്നറിയത്തില്ല. ഇപ്പം കുറച്ച് ദിവസമായിട്ട് മിണ്ടുന്നില്ല. അവിടെ ഈ മറിയ എലിസബത്തും കൂടെ ശാസിച്ച് പലിശിച്ചൊന്നുമില്ല. പലിശിച്ചോ? കാരണം ആലയത്തിൽ നിന്ന് വീണ കെട്ടായതുകൊണ്ട് അത് അവിടുന്ന് തന്നെ അഴിയണം. അങ്ങനെ ചില കെട്ടുകളുണ്ട്, ആലയത്തിൽ നിന്ന് വീഴുന്ന ചില കെട്ട്. ഈ വ്യവസ്ഥയില്ലാതെ ആരാധിക്കുകയും വ്യവസ്ഥയില്ലാതെ കർത്തൃമേശ എടുക്കുകയും ചെയ്യുമ്പോൾ ഈ അകത്തൂന്ന് ചില കെട്ടുകൾ വീഴും. അത് ഫലിച്ചാൽ പോകുന്നതല്ല, അത് പറയേണ്ടതുപോലെ ഏറ്റുപറഞ്ഞ് എഴുതേണ്ടതുപോലെ ദൈവഹിതം എഴുതുമ്പോ സ്വത്രം 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 എല്ലാം കയറി ശാസിക്കണ്ട എലിസബത്തെ. സ്തോത്രം. എല്ലാം കയറി ഇപ്പൊ പ്രാർത്ഥനയെല്ലാം ടെൻഡർ പിടിച്ചിരിക്കും. എന്ത് വിഷയമുണ്ടേലും ആരുടെ വിഷയമുണ്ടേലും ഇങ്ങോട്ടിട്ടേരും. അങ്ങനൊന്നും ഒക്കെയില്ല. ഇത് ടെൻഡർ കച്ചവടമൊന്നുമല്ല. സ്തോത്രം. ഇതിനെല്ലാം വ്യവസ്ഥയുണ്ട് കേട്ടോ. ദൈവഹിതം എഴുതിയപ്പോൾ സക്കറിയാവ് സംസാരിച്ചു.
അവിടെ ശാസിച്ചും ബത്സിച്ചും ഒന്നുമില്ല. ദൂതൻ വെളിപ്പെട്ട 2 സഹോദരിമാർ കൂടി അവിടെ വേണ്ടാത്ത ഒരു അപ്പൊ കൃപ കൂടുമ്പോൾ അടങ്ങിയിരിക്കാനും പഠിക്കണം. എവിടെ ഉപയോഗിക്കണമെന്ന് പഠിക്കണം, എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കണം. സ്തോത്രം. ചിലർക്കൊരു കുഴപ്പമുണ്ട്. ഈ സറപ്തയിലെ വിധവയുടെ കൂട്ട എന്നാ കാര്യമെന്നറിയോ? ഏലിയാവിനെ കിട്ടിയാൽ ഉടനെ അറിയണം ഭർത്താവ് മരിച്ചത് എങ്ങനെയാണോ. ദൂതുപിടി. ഏലിയാവ് പറഞ്ഞു, എനിക്കിപ്പം നേരെയില്ല, എന്നോട് ഇവിടെ വന്ന് പാർക്കാനാ പറഞ്ഞത്. അതുകൊണ്ടെല്ലാം പോയി. അവിടെ മരിച്ചുപോയ ഭർത്താവിനെയാണോ രക്ഷിച്ചത്? അവള് പറഞ്ഞു, എൻ്റെ പാപം ഓർപ്പിക്കേണ്ടതിനും. ചിലർക്ക് ഇതാ അറിയേണ്ടി. ഒരു പ്രവാചകനെ കണ്ട നീ ചെയ്യുന്ന എന്തോ നിനക്കറിയത്തില്ലയോ? അതിനി ആഫ്രിക്കയിൽ നിന്ന് ഒരാൾ വരണോ എന്തുവാ ചെയ്തതെന്ന് പറയാൻ? നമ്മളൊരു വാക്ക് വേണ്ടാത്തത് പറഞ്ഞാൽ അകത്ത് തുടിക്കുന്ന പരിശുദ്ധാത്മാവ് പറയും, നോ, അത് വേണ്ടായിരുന്നു. ഇപ്പോഴും ഈ ജീവനുണ്ടോ ദൈവത്തിന്റെ പൈതലേ? അഭിനയമെല്ലാം നിർത്തണം, അനുഭവത്തിലേക്ക് വരണം. പണ്ടുള്ള ദൈവമക്കൾ കൈ കാണുമ്പോൾ ഒരു മാറാനാഥ എന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു. നമുക്ക് അതിലോട്ടൊന്ന് മടങ്ങി വരാൻ ദൈവം ഇതിലേ അല്ലേ? തമ്മിൽ സ്നേഹമുള്ളവര്. ചിലരാണെങ്കിൽ ബുദ്ധിപൂർവം ക്ഷമിച്ച് വീട്ടിൽ പോയി പ്രാർത്ഥനയിൽ സംബന്ധിച്ച് ചായ കുടിക്കാതെ വീട്ടിൽ പോരും. മനസ്സിലായോ? എനിക്ക് ദൈവത്തോട് എന്തുവാ, എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് ദൈവത്തോടൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെ ഇത് വൺ വേ അല്ല. ആണോ? മനസ്സിലായില്ല, ആകുകയുമില്ല. അതാണ് അതിൻ്റെ വിഷയം. സ്തോത്രം. 2 പേര് തമ്മിൽ പിണങ്ങിയിരിക്കുകയെന്ന് വിചാരിച്ചു. ആ വീട്ടിലൊരു കൂട്ടപ്രാർത്ഥന വെച്ചു. എന്ത് പ്രാർത്ഥനയാ പാസ്റ്റർ? സഭയുടെ കോട്ടേജ് മീറ്റിംഗ്. എങ്ങനെ പോകാതിരിക്കുന്നത്? എന്നാൽ എന്ത് ചെയ്തേക്കാം? പോയേക്കാം. അവിടെ ഇരുന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ആരെയാണെന്നറിയത്തില്ല. അത് കഴിഞ്ഞപ്പോൾ അവിടെ വെള്ളയപ്പോ ഇറച്ചിക്കറിയും ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ട, എനിക്ക് ഉപവാസം. അൾസർ പിടിക്കുവേ. കള്ള ഉപവാസം പറഞ്ഞാൽ അൾസർ തന്നെ വരും. ഇതൊക്കെ ഞാനേ പറയത്തുള്ളൂ ദൈവമക്കളെ. മറ്റവരെല്ലാം ഇങ്ങനെ കൈ അടുപ്പിച്ചേച്ച് പോകും. അത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. തിരുത്തണം. നമുക്ക് മനുഷ്യനാണ്. ഇവിടൊക്കെ എന്തു വരാം, വീഴ്ചകൾ വരാം. ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം. വരുത്തുന്നവനോ അയ്യോ കഷ്ടം. ഒരു വീഴ്ച സംഭവിച്ചു, ഓടി വന്ന് എന്തോ ചെയ്യുകയാ? തിരുത്തല് പ്രാപിക്കണം. ഓടി വന്ന് തിരുത്തല് പ്രാപിക്കണം. അവിടെ പിന്നെയും മുറിക്കുകയല്ല. ഇന്ന് പകൽക്കാലം ദൈവജനം ഓർത്തിരിക്കേണ്ട 3 കാര്യം ഞാൻ പറഞ്ഞു. 1, മതമല്ല വലുത്, ബന്ധമാണ് വലുത്. ആചാരാനുഷ്ഠാനങ്ങളല്ല വലുത്, രൂപാന്തരമാണ് വലുത്. 3-മത്തേത്, അഭിനയമല്ല വലുത്, അത് നമുക്ക് വേണ്ട, അനുഭവമാണ് വലുത്. ഒരനുഭവം പറഞ്ഞ ദാവീദ് മുന്നോട്ട് കയറി വന്ന് തോറ്റു തുന്നമ്പാടി നിൽക്കുന്ന ഇസ്രായേലിൽ മനുഷ്യൻ തിരഞ്ഞെടുത്ത രാജാവ് പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ തൊട്ടറിഞ്ഞ ഒരു അനുഭവം പറഞ്ഞു. എന്നാ പറഞ്ഞെന്നറിയാമോ? എൻ്റെ അപ്പൻ്റെ ആടുകളെ മേയ്ക്കുമ്പോൾ ഒരിക്കലൊരു കരടി, ഒരിക്കലൊരു സിംഹം, പക്ഷെ ഞാൻ അതിനെ എന്തോ ചെയ്തു? വലിച്ചു കീറിക്കളഞ്ഞു. പിന്മാറ്റക്കാരനും ദുരാത്മബാധിതനായിരുന്നെങ്കിലും ആ സാക്ഷ്യം കേട്ടപ്പോൾ അവന്റെ ഉള്ളിലൊരു തോന്നൽ വന്നു, ഇവൻ ജയിക്കും. ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽ നിന്റെ അനുഭവത്തെ ആർക്കും ചെറുക്കാൻ കഴിയുകയില്ല. അനുഭവങ്ങൾ വെറുതെ കളയരുത്. അത് ഈടുറ്റതാണ്, അത് ശക്തമാണ്. BSNL-ലും എയർടെല്ലും ഒന്നും വർക്ക് ചെയ്യാതെ 14 ദിവസമായി ഒരു മനുഷ്യൻ അദ്രിയാക്കടലിൽ അലയുക. സ്തോത്രം. കരയ്ക്ക് നിന്നുകൊണ്ട് ബന്ധപ്പെടുന്നെങ്കിലും പറയുകയാണ്, ഇപ്പോൾ പ്രതികരിക്കുന്നില്ല, സ്വിച്ച് ഓഫ് ആണ്.
പക്ഷെ അതെല്ലാത്തിൻ്റെ നടുവിലും, ഇന്റർനെറ്റ് പോലും ഓഫായി നിൽക്കുന്നതിൻ്റെ നടുവിൽ, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ യഹോവ, ആ എൻ്റെ ദൈവം എന്നോട് ഈ രാത്രി ഇടപെട്ടു. പൗലോസേ, അദ്രിയാക്കടലിൽ നീ അവസാനിക്കയില്ല, നിന്നെ ഞാൻ റോമിലെത്തിക്കും. ഇന്ന് പകൽ അനുഭവമുള്ള ദൈവത്തിന്റെ പൈതലേ, ആമേൻ, തകർക്കാൻ നോക്കുന്ന ഏത് സർപ്പശക്തിയായാലും ഏത് വിഷബന്ധനമായാലും ഹല്ലേലൂയ, അതിനെ കുടഞ്ഞു കളഞ്ഞുകൊണ്ട് ഇന്ന് പകൽ ചിലതെല്ലാം കുടഞ്ഞു മാറട്ടെ, ചിലതെല്ലാം കുടഞ്ഞു മാറട്ടെ. ഓ, ചിലതെല്ലാം മാറട്ടെ. കാലിൽ പറ്റിയത്, കയ്യിൽ കടിച്ചത്, ഉദരത്തിൽ പോയത്, യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി ജനത്തിന്റെ മേൽ ഇന്ന് പകൽ പകരട്ടെ. ഞാനും നീയും ആത്മാവിൽ ആരാധിക്കുമ്പോൾ നമ്മളെ ആരാധിപ്പിക്കുന്നത് ചുമ്മാ വികാരങ്ങളല്ല, ദൈവശക്തിയാണോ ഓർത്തോണം. നിന്റെ ശരീരത്ത് പിടിമുറുക്കിയിരിക്കുന്ന ചില രോഗശക്തികൾ, ചില പൈശാചിക ശക്തികൾ, ചില വിഷശക്തികൾ, ആമേൻ, നീ കർത്താവിന്റെ വേല നിമിത്തം നിന്റെ ശരീരത്തിൽ കടിച്ചു തൂങ്ങിയതും പറ്റിപ്പിടിച്ചതും ഇന്ന് പകൽ ഇളകി വിട്ട് മാറട്ടെ. ഓ ഹല്ലേലൂയ, ദൈവജനത്തിന്റെ ആത്മമണ്ഡലം വിടുവിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ. സ്റ്റക്കാക്കി വെച്ചിരിക്കുന്ന, നിർത്തലാക്കി വെച്ചിരിക്കുന്ന മേഖലകൾ ഒരു പുതുവർഷത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഹല്ലേലൂയ, ആത്മബലത്തോടെ, ദർശനത്തോടെ, ദൈവകൃപയോടെ, ആത്മശക്തിയോടെ കാലിൽ പറ്റിയതിനെ തൂത്തുകള ദൈവത്തിന്റെ പൈതലേ, കയ്യിൽ കടിച്ചതിനെ കുടഞ്ഞുകള. ഇവിടെ തീ കെട്ടുപോയിട്ടില്ല, ഇത് കെടുന്ന തീയല്ല. ലോകത്തിന്റെ ഒരു ശക്തിക്കും ഈ തീയെ കെടുത്താൻ കഴിയുകയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് അശ്വനി ചിഹ്നമുള്ള കപ്പലൊക്കെ അവിടെ എഴുന്നേൽക്കുന്നത്. ഇവിടെ വെച്ച് തീർക്കുമെന്ന് വാദിക്കുന്ന, ഇവിടെ ഇതിനപ്പുറത്തോട്ട് നീ പോകയില്ലെന്ന് ശത്രു നിനക്ക് അതിരിട്ട് മാൾട്ടയിൽ കൊണ്ട് അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പ്രത്യേക ദ്വീപിനകത്തകത്താക്കി അവിടിട്ട് തീർക്കാൻ നോക്കുമ്പോൾ ഇല്ല, നിനക്ക് വേണ്ടി ഒരു കപ്പൽ ഒരുങ്ങി കിടക്കുകയോ. Glory! കൈസരുടെ അരമനയിലുള്ളവർക്ക് വന്ദനം പറയത്തക്കവണ്ണം ഒരു സഭ റോമിൽ ഉണ്ടാകേണ്ടതിന് നിന്നെ അവിടെ എത്തിക്കും. എന്നാൽ എത്തിക്കയില്ലെന്ന് വാദിക്കുന്ന സ്തോത്രം ഇരുളിന്റെ പോരുകളോട് പറ, എന്നെ കുനിയിക്കാൻ നിനക്ക് കഴിയുകയില്ല, എന്റെ തല ഞാൻ നിവർത്തുകയോ. വഴികൾ അടച്ച് പിശാചിന്റെ ബൗണ്ടറി ദൈവാത്മാവാ പറയുന്നത് കേട്ടോ. ഞാൻ കർത്താവിൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ചെന്ന വചനത്തിലോട്ട് കയറിയില്ല, പക്ഷെ ദൈവാത്മാവ് ചില ദൂതുകൾ പറയുകയാ.
ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ അങ്ങ് പറയാം. നിങ്ങൾ ഓർക്കും വന്നിട്ട് വലിയ വിളിച്ചുകൊണ്ട് വന്നിട്ട് പോലും വായിച്ചിട്ടുണ്ട്. ഇത്ര നേരം പിന്നെ കേട്ട തന്നെ കുറിവാക്യമുണ്ട് അതിനകത്തെല്ലാം. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുകയാ, നിനക്കൊരു ബൗണ്ടറി പിശാച് വെച്ചിരിക്കുകയാ, ഇതിനപ്പുറം നീ പോകല്ലെന്ന്. നിന്റെ ശരീരത്തിനൊരു ബൗണ്ടറി, നിന്റെ മനസ്സിനൊരു ബൗണ്ടറി, നിന്റെ ശുശ്രൂഷയ്ക്കൊരു ബൗണ്ടറി. അതിരുകൾ ലംഘിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം. യേശുവിന്റെ ശുശ്രൂഷയ്ക്ക് ഹെരോദാവ് ബൗണ്ടറി വെച്ചു. യേശു പറഞ്ഞ കുറുക്കനോട് പോയി പറ, ഇന്നും നാളെ മറ്റന്നാൾ ഞാൻ ഇവിടൊക്കെ തന്നെ കാണുമെന്ന്. ഒന്ന് പറയാമോ? നിനക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ചില മാനുഷിക ബൗണ്ടറികൾ, പൈശാചിക ബൗണ്ടറികൾ, അധികാര ബൗണ്ടറികൾ യേശുവിന്റെ നാമത്തിൽ തലയെ നിവർത്ത്. നീ ഇനി കുനിഞ്ഞിരിക്കണ്ട, തലയെ നിവർത്ത്. അവൻ നമ്മെ ഉദ്ധരിച്ച് ദൈവം തന്ന അപ്പൊ ഇപ്പൊ ഇതുവരെയും പിന്നെ ആര് തന്ന നിങ്ങൾ ചോദിക്കും അല്ലേ? എൻ്റെ പദങ്ങളേലൊന്നും കയറി പിടിക്കല്ലേ. ഞാൻ പറയാൻ വന്നതുകൂടെ അങ്ങ് ഒത്തുചേർന്ന് 10 മിനിറ്റിനുള്ളിൽ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവം നമ്മെ വിളിച്ചതിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. ഉണ്ടോ? ഒന്ന് വായിച്ചു പുറപ്പാട് പുസ്തകം 6:6 എളുപ്പം വായിക്കണം. മൂന്ന് പദങ്ങൾ നമ്മൾ അവിടെ വായിച്ചു. ആദ്യത്തെ പദം മിസ്രയീമിൽ നിന്നും ഊഴിയ വിചാരുടെ കയ്യിൽ നിന്ന് ഉദ്ധരിക്കും. 2 വിടുവിക്കും. ഉദ്ധരിക്കും, വിടുവിക്കും, വീണ്ടെടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇനി പുസ്തകത്തിൽ നോക്കിയിരിക്കുക, ഇങ്ങോട്ട് നോക്ക. 3 പദങ്ങൾ. നിങ്ങളെ ഞാൻ ഉദ്ധരിക്കും, വിടുവിക്കും, വീണ്ടെടുക്കും. ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അതായിരുന്നു. അവരെ ഉദ്ധരിച്ച് അവരെ വിടുവിക്കുമെന്നുള്ളിടത്ത് കൊടുത്തിരിക്കുന്ന മൂലഭാഷയിലെ പദം എന്താണെന്ന് ചോദിച്ചാൽ ലേണിംഗ്, പഠിപ്പിച്ച് വീണ്ടെടുക്കും. അത് വരാനിരിക്കുന്ന കാര്യമാണ്. നമ്മളെക്കുറിച്ചുമുള്ള ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു എന്നോർത്ത് നിവർന്ന് തലവെക്കുവീൻ. ലൂക്കോസ് 21:28. നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വന്നതുകൊണ്ട് വായിച്ചു. ആ വീണ്ടെടുപ്പിൽ നിന്നുള്ളത് പറഞ്ഞു. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ അടുത്തു വരുന്നത് കൊണ്ട് സ്തോത്രം, തല കുനിയിക്കുന്ന കാലമായത് അല്ലേ? ദൈവമക്കളെല്ലാം തല കുനിയുന്ന ഒരു കാലം വന്നിരിക്കുക. പക്ഷെ വചനം പറയുന്നു വീണ്ടെടുപ്പ് വരുന്നതുകൊണ്ട് നിങ്ങൾ എന്തോ ചെയ്യും? കുനിഞ്ഞിരിക്കണ്ട, തല താഴ്ത്തണ്ട. സ്തോത്രം. നിവർന്ന് തലപൊക്കുവീൻ. ദൈവിക പദ്ധതിയിൽ നിന്ന് വ്യതിചലിക്കപ്പെട്ട ഇസ്രായേൽ കുനിഞ്ഞു. 78-ാം സങ്കീർത്തനം, 83-ാം സങ്കീർത്തനം, ഇതൊക്കെ വായിച്ചാൽ വളരെ സവിസ്തരമായി നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നു. പദവി നഷ്ടപ്പെട്ടു, അനുഗ്രഹം നഷ്ടപ്പെട്ടു, ആരാധന നഷ്ടപ്പെട്ടു, കൂട്ടായ്മ നഷ്ടപ്പെട്ടു, ദൈവിക ബന്ധം നഷ്ടപ്പെട്ടു, ആരാധനാലയം നഷ്ടപ്പെട്ടു.
ഈ പദ്ധതി 6:6 വായിച്ച വാക്യത്തിൽ നിന്ന് ഇസ്രായേൽ വ്യതിചലിച്ചപ്പോൾ, സ്തോത്രം, അവരെ പഠിപ്പിച്ചതിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ, സ്തോത്രം, എന്ത് സംഭവിച്ചു? കുനിഞ്ഞു, ലോകത്തിൻ്റെ മുമ്പിൽ കുനിഞ്ഞു, ഒന്നുമല്ലാതായി. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട്. അതിന് ദൈവം ഉപയോഗിച്ച വിശുദ്ധന്മാരെയൊക്കെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് അല്ലേ? ദൈവം കോരസിനെ ഉണർത്തി, നെഹമ്യാവിനെ ഉണർത്തി, അതെല്ലാം സംഭവങ്ങളാണ്. അതൊക്കെ ദൈവമക്കൾ സമയാസമയങ്ങളിൽ കേട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ പൈതലേ, നീ തലകുനിഞ്ഞിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിവരണം എൻ്റെ വചനത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന പട്ടാളക്കാർ നടക്കുന്ന കണ്ടിട്ടുണ്ടോ? എൻ്റെ വീട്ടിൽ എൻ്റെ ആങ്ങളമാരും അപ്പനും ഇതെല്ലാം പട്ടാളമായിരുന്നു. അവരെങ്ങനെ നടക്കത്തുള്ളൂ? ലെഫ്റ്റ് റൈറ്റ് എന്നല്ല, തല ഇങ്ങനെ നടന്ന്, പട്ടാളക്കാർ ഇങ്ങനെ നടന്ന് കണ്ടിട്ടുണ്ടോ? അവരിങ്ങനെ നടക്കൂ. സ്വർഗീയ സൈന്യത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്ത് വിളി കിട്ടിയ ദൈവമക്കളാ അല്ലേ? അവിടുത്തെ പരിശീലനം ലഭിച്ച ദൈവത്തിൻ്റെ പൈതല. തല കുനിയരുത്. തല കുനിയിക്കുന്നവർ ഇവിടെ ഉണ്ട്, കുടുംബത്തിൽ തന്നെ ഉണ്ട്. സ്തോത്രം, 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 സ്തോത്രം. തല കുനിയാന്ന് പറഞ്ഞാൽ തേജസ്സാണ് മനുഷ്യന് നഷ്ടപ്പെട്ടത്. ആണോ? ആദം ഹവ്വമാരെ ദൈവം അണിയിച്ചത് എന്തുവാ? തേജസ്. ആ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ അവർ ആരായി തീർന്നു? ആ മഹത്വത്തിൻ്റെ കിരീടം തലയിൽ നിന്ന് ആദമിൻ്റെ വീണെന്ന അയ്യോബിൽ വായിക്കുന്നത്. അത് വീണുപോയപ്പോൾ ആദാം ആരായി മാറിയെന്നറിയാമോ? കൃഷിക്കാരനായി മാറി. പിള്ളാരോ? സുശേഷ വേലയിൽ ഒരെണ്ണമില്ല, പോയി കുലപാതകന്മാരായി മാറ്റപ്പെട്ടു. വേറൊരു തലമുറ, ദൈവത്തിന്റെ പദ്ധതി പൊളിക്കുന്ന ഒരു തലമുറ ലോകത്തിൽ ഉണ്ടാകുവാൻ ഇടയായി. വ്യവസ്ഥയോടെ ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ചേർന്ന് നിന്നാൽ നിന്റെ തല കുനിയുവാൻ അവൻ സമ്മതിക്കുകയില്ല. മക്കൾ, ഇബ്താഹിന്റെ തല കുനിയിച്ച ഒരു മോളുണ്ട് അല്ലേ? ദാവീദ് തന്റെ പ്രവൃത്തി കൊണ്ട് തലകുനിയിച്ചു കളഞ്ഞു. യഹോവയുടെ ശത്രുക്കൾക്ക് അപവാദം പറയാൻ ഇടയൊരുക്കിയത് കൊണ്ട് ഞാൻ നിന്റെ വീട്ടിനകത്ത് കയറി ഇടപെടുമെന്ന് ദൈവം പറയുകയാ. പറഞ്ഞോ? അതെന്തുവാ സംഭവം എന്ന് വീട്ടിൽ പോയി വായിച്ചു നോക്ക്. നീ യഹോവയുടെ ശത്രുക്കൾക്ക്, ദൈവത്തിന്റെ പൈതലേ, ഉദ്ധരിച്ച് പഠിപ്പിച്ച് വീണ്ടെടുത്ത് ഒരു രാജ്യവും ഒരു കർത്താവും ഒരു ദൈവവും ഒരു ഭാഷയും തരാൻ വിളിക്കപ്പെട്ടു എങ്കിൽ ആ വഴിയെ നടന്നോണം. അതാ പഠിപ്പിച്ചത്. നമ്മൾ ശീലിച്ചിട്ടില്ലാത്ത, പഠിച്ചിട്ടില്ലാത്ത ഒരു പാതയിലൂടെ നടക്കാൻ നമ്മളെ കൊണ്ട് കഴിയാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നു. ആ പകർന്നു തന്ന പരിശുദ്ധാത്മാവ് പറയും, വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുക. അങ്ങനെ നടക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു. അന്യോന്യം ഇടറരുത്, ഏൽപ്പിച്ചു കൊടുക്കരുത്. യുദ്ധങ്ങളും യുദ്ധസ്തുതികളും കേൾക്കുന്നുണ്ട്, പലതും ഇവിടെ സംഭവിക്കുന്നുണ്ട്. ദൈവസഭയ്ക്കകത്ത് വിശ്വാസത്യാഗം സംഭവിക്കുന്നു, ജഡീകർ വളരുന്നു. ഇവിടെ നേതൃത്വങ്ങളിൽ നിൽക്കുന്നവർ ആരുടെയാ? ഭരണതലത്തിൽ നിൽക്കുന്നവർ സഭയാ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കുവാൻ വാദഗതികൾ നടക്കുന്നു. നിവർന്ന് തലയുയർത്ത്, നിവർന്ന് തലയുയർത്ത്. ആത്മനിറവോടെ തേജസ് വെളിപ്പെടട്ടെ. തേജസ്സിന്റെ സുവിശേഷം അല്ലേ? തേജസ്സിന്റെ സുവിശേഷം കേൾക്കുമ്പോൾ അകത്തെന്തോ വരണം? തേജസ്സിനാൽ നിറയപ്പെടണം. യേശു നമ്മുടെ നടുവിൽ തേജസ് നിറഞ്ഞവനായിട്ടാ വന്നത്. അങ്ങനെയാണെങ്കിൽ ആ തേജസ്സാകുന്ന കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതല് കർത്താവിനെ ആരാധിക്കും തോറും നമ്മുടെ അകത്തും എന്തോ വെളിപ്പെടും?
തേജസ് വെളിപ്പെടും. തേജസ് എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശമെന്ന. ഡിവൈൻ ലൈറ്റ്, ദൈവിക പ്രകാശം. നമ്മൾ പ്രകാശത്തിൽ കാണണം, ദൈവിക പ്രകാശത്തിൽ കാണണം, ദൈവിക പ്രകാശത്തിൽ കേൾക്കണം, ദൈവിക പ്രകാശത്തിൽ നടക്കണം, ദൈവിക പ്രകാശത്തിൽ ചെയ്യണം. അതാണ് ദൈവം നമ്മളെ കുറിച്ചാണ്. ലോകത്തിന്റെ നിയമം നമുക്കില്ല, ലോകത്തിന്റെ തത്വസംഹിത നമുക്കില്ല. നമുക്കുള്ളത് എൻ്റെ വചനത്തെ, എൻ്റെ കൽപ്പനകളെ മുറുകെ പിടിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, തല താഴരുത്, തല താഴരുത്. ആദ്യം നിവരണം. കുനിയിച്ച ചില ശക്തികളുണ്ട്, അല്ലേ? കുനിയിച്ച ചില ശക്തികളുണ്ട്. അവരോട് പറ, പുഷ്ടി നിമിത്തം മുഖം തകരും. എൻ്റെ മേൽ എന്നെ കുനിയിക്കുവാൻ ഏതു വിഷയവുമാകട്ടെ, എന്നെ കുനിയിക്കുന്ന രോഗമാകാം, കുഞ്ഞുങ്ങളിലൂടെ കുനിയിക്കാം, മരുമക്കളിലൂടെ കുനിയിക്കാം, അമ്മായിയമ്മയിലൂടെ കുനിയിക്കാം, ഭർത്താവിലൂടെ കുനിയിക്കാം, സഭയിലൂടെ കുനിയിക്കാം. കുനിയിക്കുന്ന ശക്തികൾ ഇവിടെ വാദിച്ചു നിൽക്കുമ്പോൾ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ഒരു ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടെയുണ്ട്. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി നമുക്ക് രൂപാന്തരപ്പെടാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.